ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ പണ്ട് എന്ന് വെച്ചാൽ ഒരു 5 വർഷമൊക്കെ മുന്നേ ഞാൻ കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുമായിരുന്നു. ഡ്രോയിങ്സ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കുറച്ച് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് വരയ്ക്കുമായിരുന്നു. എന്താ പറയുക, വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ വരയ്ക്കുന്നല്ല. ഞാൻ ചെറുതായിട്ട് ഡ്രസ് മേക്കിംഗ് പഠിച്ചപ്പോൾ ചെറുതായിട്ട് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്രോക്കി ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്. ബേസ് മാത്രം. ഇത് പഠിച്ചിട്ടുള്ള ആരും തന്നെ ഒന്നും പറയരുത്, ബേസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് ഞാൻ കുറച്ച് വരച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫുൾ കോമഡിയാണ് വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ കുറേയൊക്കെ വരച്ചിട്ടുണ്ട്, അതൊന്നും എനിക്ക് കിട്ടിയില്ല, മിസ്സായിപ്പോയി. എൻ്റെ കയ്യിലുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ പെൻസിൽ വെച്ചാണ് ഡ്രോ ചെയ്തുകൊണ്ടിരുന്നത്. അയ്യോ, വരച്ചൊക്കെ തുടങ്ങിയ ടൈമിലാണ്. എനിക്ക് ഫേസ് വരയ്ക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ്, ഫേസൊന്നും വരയ്ക്കാൻ അറിയത്തില്ല. ഇതാണ് ഫോട്ടോ. ഓക്കെ, ദിസ് ഇസ് ദി സെക്കൻഡ്. ഇതായത് ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ആരാണെന്നേ തോന്നുള്ളൂ. അത്രയ്ക്ക് ഷോൾഡർ ലെങ്ത് ഉണ്ട്. എന്താണ് വരച്ച് വെച്ചിരിക്കണേന്ന് വെച്ചാൽ, പാവാട എനിക്ക് വരയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് കാല് വരയ്ക്കണ്ടല്ലോ, ഇങ്ങനെയുണ്ട് ഐഡിയ. ഇതാണ് രണ്ടാമത്തെ. ഇതിൽ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ 2020 ഇട്ടുകയെന്ന്, മേ ബി 2020 വെച്ചാൽ ഫുള്ള് പാവാട ഡ്രോയിങ്സ് ആണ്. ഇത് കൊള്ളാമല്ലേ? ആദ്യം പെൻസിലേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് സത്യം. ഡ്രോയിങ് അറിയാവുന്നതല്ല, പെൻസിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഞാൻ കളർ പെൻസിൽ വരയ്ക്കുന്നത് ഞാൻ. ഓക്കെ, ഇത് സ്നോ വൈറ്റ് തീമിൽ വരച്ചതാണ്. എന്താണിത്? അയ്യോ, ഫുൾ കോമഡിയാണ്. ദെൻ പിന്നെ അവിടെ മോഡേൺ ആയി ഞാൻ വല്ലാണ്ട്. ഷോൾഡർ ലെങ്തൊക്കെ കണ്ട അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുൾ പരിഷ്കാരിയായിരുന്നു. ഫോറിൻ ഡ്രസ്സുകളൊക്കെ വരയ്ക്കും. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്ന ടൈമിലൊക്കെ ചുമ്മാ വരച്ചോണ്ടിരുന്നൊക്കെയാണ്. അത് കഴിഞ്ഞൊരു വലിയൊരു മുതുക്കൊരു ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയെ കൈ, എനിക്ക് ഷോൾഡർ എത്ര വരച്ചാലും ശരിയാവാത്തൊരു സാധനമാണ് ഷോൾഡർ. എനിക്കറിയത്തില്ല ഇത്രയും വലുതായി പോകണം എന്തുകൊണ്ടാണ്. അത് കഴിഞ്ഞാണ് വലിയൊരു സംഭവം. ഞാൻ കളർ വാങ്ങിച്ചു, വാട്ടർ കളർ. ആദ്യത്തെ ട്രൈ ആണ്. വെറും ബാധമാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. തല ഏത് കഴുത്ത് ഏത് എന്നറിയാൻ പറ്റാത്ത രീതി കളർ, സ്കിൻ കളറൊക്കെ കണ്ടുപിടിക്കാൻ ഞാൻ കുറേ നാളെടുത്തു. സ്കിൻ കളറൊന്നും വരയ്ക്കാനേ എനിക്കറിയത്തില്ല. എനിക്ക് ഒട്ടും വരയ്ക്കാൻ അറിയാവുന്ന ഒരാളല്ല ഞാൻ. എല്ലാം ഒരു ബ്രൗണിഷ് കളേഴ്സൊക്കെ എനിക്ക് വരുള്ളായിരുന്നു. അറിഞ്ഞൂടാത്തവരാണ്, ദൈവം പറയരുത്. ഇതിൽ ഞാൻ ചെറിയ ഗോൾഡൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റ്. അത് കഴിഞ്ഞാണ് വേറൊരു സംഭവം. ഓണം വന്നാൽ പിന്നെ ഓണക്കോടികളുടെ മേളമായിരുന്നു. കമ്മൽ ജിമിക്കിയൊക്കെ സെറ്റ്. നേരിയതിൻ്റെ പാവാടല്ല, പെലാസോ, ഷോള്, ഇതൊക്കെ എന്താണിത് കാണുന്നത്?
ഇതെനിക്കിഷ്ടമാണ്. എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിലിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടെയൊക്കെ സ്കിൻ ടോണൊക്കെ പിടിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷോൾഡർ ആരും ശ്രദ്ധിക്കരുത്, ജസ്റ്റ് ഫോട്ടോസ് തൊട്ട്. അത് കഴിഞ്ഞ് പിന്നെ സാരിയിലോട്ടായി എൻ്റെ. ഇതാണ് ഞാൻ ഫസ്റ്റ് വരച്ച സാരി. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കാണും. സെക്കൻഡ് വരച്ച സാരി ഇതാണ്. ഇത് നല്ലതായിരുന്നു. ഇതിൽ വിഷയം ഷോൾഡർ തന്നെയാണ്. ഷോൾഡർ ഇതൊരു മരക്കഷ്ണം പോലെ ഇല്ലായിരുന്നു. ഇത് ഈ ഡബിൾ ഷെയ്ഡൊക്കെ വരയ്ക്കാൻ പറ്റുമെന്നുള്ള ട്രൈ ആയിരുന്നു. ആ ട്രൈയിലും ഞാൻ പരാജയപ്പെട്ടു. ഇത് ഓണം ബേസ്ഡാണ്. ഓണം സമയത്താണെന്ന് തോന്നുന്നു വരച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഇതെനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണ്. എന്താണ് വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഫോട്ടോ ആണ്. എൻ്റെ ബാക്ക് സൈഡ് ഞാൻ വരച്ചായിരുന്നു. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ്. ഞാൻ ഈ ബാക്ക് സൈഡിൻ്റെ ഈ താഴത്തെ ഇത് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മൂടണായി. ഇത് പെൻസിലും വാട്ടർ കളറും ഒന്നിച്ച് ചെയ്തതാണ്. എന്താ കറങ്ങണേ. ഇതും പെൻസിലും വാട്ടർ കളറും ഒന്നിച്ച് ചെയ്തതാണ്. ദിസ് ഈസ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കെൻ്റെ കളർ കോമ്പിനേഷൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഒരു ഡ്രസ്സ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ കളേഴ്സ് ആ ഒരു ഷെയ്ഡ് വ്യത്യാസം അതെനിക്ക് ഭയങ്കര ഇഷ്ടം. നെക്സ്റ്റ് ഈസ് മൈ ഫേവറേറ്റ് പിക്ക്. എനിക്കറിയത്തില്ല, അതിലൊന്നുമില്ല, പക്ഷേ എന്തോ ഒരു ഇത് എന്താണെന്നറിയത്തില്ല. എനിക്ക് ഈ പിക്ക് എൻ്റെ ഫേവറേറ്റാണ്. ഇതാണെന്ന് തോന്നുന്നു ഞാൻ ലാസ്റ്റായിട്ട് വരച്ചത്. അതിനുശേഷം ഞാൻ വരച്ചിട്ടില്ല. കാണുമ്പോൾ എനിക്കെന്തോ പിന്നെയും വരച്ചാലോ എന്നൊക്കെ തോന്നും. ഇപ്പം തന്നെ ഒരു 5-6 കൊല്ലമായി. ഭയങ്കര ഇഷ്ടമില്ല ഡീറ്റെയിലിങ്ങും ആ ഒരു തലയിലെ ഒരു ഷേപ്പും ഷോൾഡറൊക്കെ ഏകദേശം പെർഫെക്റ്റ് ആയിരുന്നു. ഇത് നെറ്റ് പോലത്തെ ഒരു സംഭവം ഞാൻ ഉദ്ദേശിച്ചത് ഏകദേശമായി. എൻ്റെ ഫ്ലെയർ ആയിരുന്നാലും okay this all about this video. Hope you guys enjoyed it. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ഞാൻ വരയ്ക്കണം എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. വെറൈറ്റി വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.